मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। ചേഞ്ച് ചെയ്യൂ. എന്താ ഈ കാണിക്കുന്നേ? നിങ്ങൾ ഇവിടെ എന്തെടുക്കുക? ഞങ്ങൾ സഹായത്തിന് വേണ്ടി വന്നതാണ്. ലോങ് ഷോട്ടിൽ ജോലി പ്രശ്നത്തിലാണ്. ചാനൽ ഹെഡ് പറഞ്ഞു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി കൊണ്ടുവന്നില്ലെങ്കിൽ ഞങ്ങളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന്. ഞാനുള്ളപ്പോൾ അങ്ങനെ സംഭവിക്കില്ല. സംശയമുണ്ടോ? നമ്മൾ ഉള്ളപ്പോൾ ഓക്കേ, ജോർദാർ എന്നെ അസിസ്റ്റ് ചെയ്യും. സംശയമുണ്ടോ? എന്നാൽ പ്രോഗ്രാം ചെയ്യുന്നത് ആരായിരിക്കും? ഞാനും എന്റെ ക്യാമറ പേഴ്സൺ പിങ്കിയും ചേർന്ന് എടുക്കാൻ പോകുന്നു കാട്ടിൽ താമസിക്കുന്ന മൃഗങ്ങളുടെ ഇന്റർവ്യൂ. കാട്ടിലുള്ള അവരുടെ ജീവിതത്തെ കുറിച്ചാണിത്. ഓക്കേ, ഞാൻ തീർച്ചയായും നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഓ, നിങ്ങൾ സ്വീറ്റോടൊപ്പം ഉണ്ടാവില്ലേ ലോങ് ഷോട്ടിൽ? ഞാൻ നിങ്ങളോടൊപ്പമാണ്. ഗുഡ്. എന്റെ ക്യാമറ സ്റ്റാൻഡ് കയ്യിലെടുത്തോളൂ, നമുക്ക് പോകാം. നിങ്ങൾക്കെന്താ വട്ട് പിടിച്ചിരിക്കുകയാണോ? കാട്ടിൽ ഒരുപാട് ക്രൂര മൃഗങ്ങളുണ്ട്. ക്രൂര മൃഗങ്ങളുടെ അടുത്തേക്ക് നമ്മൾ പോകുന്നേയില്ലല്ലോ. നമ്മൾ നല്ല മൃഗങ്ങളുടെ അടുത്തേക്ക് മാത്രമേ പോകുന്നുള്ളൂ. എന്നാൽ ക്രൂരമൃഗങ്ങൾക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാമല്ലോ. ഒന്നും സംഭവിക്കില്ല. ഞാനുണ്ടല്ലോ. സംശയമുണ്ടോ? ഞാനുമുണ്ട്. വരൂ. ഹണി, ഇവരെന്തോ വലിയ പ്രശ്നത്തിൽ കുടുങ്ങിയിരിക്കുക. വന്നേ, നമുക്ക് പോയി സഹായിക്കാം. വൗ, അടിപൊളിയായിട്ടുണ്ട്. ഞാൻ സ്റ്റോക്ക് ഷോട്ട് എടുക്കാൻ പോവുകയാണ് ലോങ് ഷോട്ടിൽ. വൗ, ഇവിടെ കാണാൻ എത്ര മനോഹരമായിരിക്കുന്നു ലോങ് ഷോട്ടിൽ. ഹലോ, ഞാൻ റിപ്പോർട്ടർ സ്വീറ്റി, ക്യാമറ പേഴ്സൺ പിങ്കിയോടൊപ്പം. അതിന് ഞാൻ എന്ത് വേണം? ഞങ്ങൾ നിങ്ങളെ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി വന്നതാ. അമ്മ ആർക്കും ഒന്നും കൊടുക്കാൻ പാടില്ലെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ശരി, ഞങ്ങളോട് ഒരു കാര്യം പറയേ. ചെറുപ്പം മുതലേ നീ കാട്ടിൽ സന്തോഷവാനാണോ? പണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം ചെറിയ കാറ്റടിച്ചാൽ പോലും ഞാൻ പറന്നു പോവായിരുന്നു. അവരൊക്കെ എന്നെ കണ്ട് ചിരിക്കുമായിരുന്നു. പിന്നീടാണ് അമ്മ എനിക്ക് ഈ ഇലയെ കുറിച്ച് പറഞ്ഞു തന്നത്. 2 മാസമായിട്ട് ഞാൻ ഈ ഇല കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പൊ എനിക്ക് നല്ല ശക്തിയും ഒരുപാട് ആരോഗ്യവും കിട്ടി. നിങ്ങൾ കഴിക്കുന്ന ഈ നല്ല പച്ചില. ഞങ്ങൾ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ചോദിച്ചത്. എന്നാൽ തന്റെ ഉത്തരം മുട്ടിച്ചു കളഞ്ഞു ലോങ് ഷോട്ടിൽ. അമ്മേ, എന്റെ കുട്ടികളെ ഞാൻ തന്നെ പേടിപ്പിച്ചിട്ടില്ല. ആ ധൈര്യം നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയെന്ന് പറ. കിട്ടിപ്പോയി സ്റ്റോറി. എക്സ്ക്യൂസ് മീ, ഞാൻ റിപ്പോർട്ടർ സ്വീറ്റി, ക്യാമറ പേഴ്സൺ പിങ്കിയോടൊപ്പം. നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഇപ്പൊ സമയമില്ല. എന്തുകൊണ്ടില്ല? താനിപ്പോൾ കഴിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത്. സംശയമുണ്ടോ? കഴിക്കുന്നത് സാധാരണ കാര്യമാണോ? കഴിച്ചു നോക്കേ. ഇത് കഴിക്കുന്നതിന്റെ പ്രയാസം മനസ്സിലായല്ലോ. മര്യാദയ്ക്ക് വെക്കാം അവിടുന്ന്, അല്ലെങ്കിൽ ഞാൻ മുളക് കൊണ്ടുവരും. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒന്നും തന്നെ കിട്ടിയില്ല. ഞാൻ എന്തോരം പച്ചില കഴിച്ചു. എനിക്ക് വല്ലാതെ വിശക്കുന്നിപ്പോൾ. ഞാൻ കൊണ്ടുവരാം പഴങ്ങൾ. നീ മരത്തിൽ കയറാൻ പോവുക? ഞാൻ മരത്തിൽ കയറാം. ഓ,
വേണ്ട കൊച്ചളിയ, അതിന്റെ ആവശ്യമേ ഇല്ല. ദേ ആ കുരങ്ങനുണ്ടല്ലോ. ഏയ് കുരങ്ങൻ കൂട്ടുകാരാ, സുഖാണോ? ദേ ഇങ്ങോട്ട് നോക്കിയേ, ദേ ഇങ്ങോട്ട്. ആ ഇന്നാ പഴം. ഇനി നമുക്ക് കഴിക്കാം. Oh, Bunny, you are so intelligent. കണ്ടോടാ ബന്നി, ഞാൻ പഠിപ്പിച്ചത് നീ മറക്കാതെ ചെയ്തു. സംശയമുണ്ടോ? ആ, അതെ ഗുരുജി. എന്നെ മണ്ടനാക്കുവായിരുന്നല്ലേ? ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. നോക്ക്, കാട്ടുപോത്തിന്റെ മൂക്കിന്നും പുക വരുന്നുണ്ട്. നമ്മുടെ പോപ്പട്ടിനെ പോലെ കാട്ടുപോത്തും മുളക് കഴിച്ചിട്ടുണ്ടാവും. മുളക് കഴിച്ചതല്ല, അത് ദേഷ്യത്തിലാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് അത് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു എന്നാണ്. സംശയമുണ്ടോ? ഓടിക്കോ, ഓടിക്കോ. ഇത് നമ്മളെ വിടുമെന്ന് തോന്നുന്നില്ല. ലോങ് ഷോട്ടിൽ പിങ്കി വേഗം ഓടിക്കോ, അല്ലെങ്കിൽ അത് ഉടൻ തന്നെ ക്ലോസപ്പിൽ എത്തിയേക്കും. ഗുഹയിലേക്ക് കയറൂ. ഇരുട്ടില് നമ്മളെ കാണാൻ പറ്റില്ല. ഞാൻ അപ്പോഴേ വേണ്ടാന്ന് പറഞ്ഞതാ. നീ എപ്പോഴാ വേണ്ടാന്ന് പറഞ്ഞത്? നീയല്ലേ ആദ്യം ഗുഹയ്ക്കകത്ത് പോവാന്ന് പറഞ്ഞത്? ഇടക്കഴുതേ, ഞാൻ കാട്ടിലേക്ക് വരണ്ടാന്ന് പറഞ്ഞതാ. ഞാൻ റിപ്പോർട്ടർ സ്വീറ്റി, ക്യാമറ പേഴ്സൺ പിങ്കിയോടൊപ്പം. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? കാട്ടിനകത്ത് വന്നു പോയില്ലേ? വേറെന്തെങ്കിലും വഴി നോക്കാം. ആ, രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴി നോക്കാം. ലോങ് ഷോട്ടിൽ. എന്നോട് മത്സരിക്കാൻ വന്നതാണോ? അല്ല, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാ. ഞങ്ങൾ അങ്ങയെ കാണാൻ വന്നപ്പോ അങ്ങെന്തിനാണ് നമ്മളെ ഓടിക്കുന്നത്? എന്നെ കാണാനോ? അതെ, അങ്ങ് കാട്ടിന്റെ രാജാവാണ്. ഞങ്ങൾ അങ്ങയുടെ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി വന്നതാ. ആ, എങ്കിലേ ലോകം മുഴുവനും ഈ കാട്ടിന്റെ രാജാവ് അങ്ങാണെന്ന് അറിയാൻ കഴിയുകയുള്ളൂ. അല്ലേ കൂട്ടുകാരെ? ആ, ഞാൻ റിപ്പോർട്ടർ സ്വീറ്റി, ക്യാമറ പേഴ്സൺ പിങ്കിയോടൊപ്പം. കൂടാതെ കയ്യിൽ ക്യാമറയുമുണ്ട്. ആ, ആദ്യത്തെ ചോദ്യം. റിപ്പോർട്ടർ ഞാനാണ്, ക്യാമറ പേഴ്സൺ പിങ്കിയോടൊപ്പം. ചോദ്യം ഞാനേ ചോദിക്കുള്ളൂ. മിസ്റ്റർ സിംഹം, നിങ്ങളാണോ ഈ കാട്ടിലെ ഏറ്റവും ശക്തനായ മൃഗം? സംശയമുണ്ടോ? നിങ്ങൾ ഭാര്യയെ കണ്ട് പേടിക്കാറുണ്ടോ? നോ. നോ. മുഴുവൻ പറയട്ടെ. ഞാൻ പറയാൻ വന്നത് നോ കമന്റ്സ്. അങ്ങേക്ക് കാടാണോ വലിയ ഇഷ്ടം, അതോ വീടോ? മണ്ടത്തരമായിട്ടുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്.
ഞാനൊരു ചോദ്യം ചോദിക്കാം. ചിലർ പറയാറുണ്ട് സിംഹം വല്ലാത്ത മടിയനാണെന്ന്. ആരാ പറഞ്ഞത്? ഓ, നാട്ടുകാര് പറഞ്ഞതാ. അങ്ങനെയല്ലെന്ന് കാണിക്കണമെങ്കിൽ അങ്ങ് എന്തെങ്കിലും ചെയ്തേ മതിയാവൂ. ക്യാമറ അങ്ങോട്ട് തിരിക്ക്. അങ്ങ് വേഗത്തിൽ അവിടെ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരണം. അത് ഞങ്ങൾ ഷൂട്ട് ചെയ്തെടുക്കും. ശരി, എന്നാൽ ഇപ്പൊ കണ്ടു എന്റെ വേഗത എന്താണെന്ന്. റെഡി സ്റ്റഡി ഓ പോയി. ഇനി സിംഹം തിരിച്ചു വരുന്നത് വരെ നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാം. എടാ കഴുതേ, സിംഹം വരുന്നതിന് മുൻപ് നമ്മുടെ ജീവനും കൊണ്ട് ഓടാം. ഈ സിംഹത്തെ TV സ്ക്രീനിൽ കാണാൻ നല്ല രസമുണ്ട്. നല്ല സമയത്ത് ബണ്ണിക്ക് ഐഡിയ തോന്നിയതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. സംശയമുണ്ടോ? ഹലോ പിങ്കി. സ്വീറ്റി വന്നിട്ടുണ്ട്. സംശയമുണ്ടോ? അവൾക്കും ഒരു ഹലോ പറയൂ. ഹലോ. ഞാൻ റിപ്പോർട്ടർ സ്വീറ്റി, ക്യാമറ പേഴ്സൺ പിങ്കിയോടൊപ്പം. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കപ്പ് കേക്ക്സ് കൊണ്ടുവന്നിരിക്കുകയാണ്. നിങ്ങൾ കാരണമാണ് എന്റെ ജോലി തിരിച്ചു കിട്ടിയത് ലോങ് ഷോട്ടിൽ. വെരി ഗുഡ്. ബോസ് ഫൂട്ടേജ് കണ്ടിട്ട് വല്ലാതെ സന്തോഷിച്ചു. അദ്ദേഹം ഞങ്ങളുടെ ചാനലിൽ വൈൽഡ് ലൈഫ് പ്രോഗ്രാം തുടങ്ങാൻ പോവുകയാ. കൂടാതെ ഞാൻ റിപ്പോർട്ടർ സ്വീറ്റി ക്യാമറ പേഴ്സൺ പിങ്കിയോടൊപ്പം ആ ഷോ ഹെഡ് ചെയ്യാൻ പോവുകയാ. എന്നാൽ അവർക്ക് ഒരു നിബന്ധനയുള്ളൂ, ലോങ് ഷോട്ടിൽ. എന്താ? എന്താന്ന് വെച്ചാൽ നമ്മൾ ഏത് സിംഹത്തിനെയാണ് ഷൂട്ട് ചെയ്തത് ആ സിംഹത്തിനോടൊപ്പം വീണ്ടും ഒരു ഇന്റർവ്യൂ എടുത്ത് കൊടുക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്.